ഒരുപാട് പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് സത്യത്തിൽ കുടുംബം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ ചില പ്രതിസന്ധികളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഉരുണ്ടുകൂടുന്നുണ്ടെങ്കിലും ഒരു ചെറിയ ശ്രദ്ധയും സൂക്ഷ്മതയൊക്കെ നമ്മൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ ഒരു മധുരിക്കുന്ന ജീവിതമാക്കി നമ്മുടേത് മാറ്റാൻ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മതം പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അത് പാലിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയും. ഏറ്റവും രസകരമായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുടുംബം എന്ന് പറഞ്ഞ സങ്കല്പത്തെയും വിവാഹം എന്ന് പറഞ്ഞ സംവിധാനത്തെയൊക്കെ എതിർത്തിരുന്ന കുറേ ആളുകൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ, ഇപ്പോൾ വിവാഹത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മാത്രവുമല്ല, കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം എന്ത് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന ഒരു പുസ്തകം, ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലറായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഫാദർലെസ് അമേരിക്ക എന്നാ, അച്ഛനില്ലാത്ത അമേരിക്ക എന്ന ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ തലക്കെട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ചട്ടയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ആൻ അർജന്റ് സോഷ്യൽ പ്രോബ്ലം ഇൻ അമേരിക്ക എന്നാ. അമേരിക്കയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, കുട്ടികളുടെ അച്ഛൻ ആരാണെന്ന് അറിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഇതിന് നിർബന്ധമായിട്ടുള്ള പരിഹാരം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വിവാഹ ജീവിതം, കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരിക്കലും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ മെല്ലെ മെല്ലെ ഈ ഒരു കുടുംബ സംവിധാനത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. അതെന്താ അങ്ങനെ വരാൻ കാരണം എന്നറിയാമോ? പ്രകൃതി മതമായിരിക്കുന്ന ഇസ്ലാം അള്ളാഹുവിന്റെ നിയമമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ കുടുംബ സംവിധാനം വെച്ചത്. അതിനി ആര് വേണ്ടാന്ന് പറഞ്ഞാലും ആര് എതിർത്താലും ശരി, അത് മനുഷ്യൻ ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലഘട്ടം വരെ അത് ആവശ്യമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ഞാനും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമേ അല്ല അത്. സട്ടാവായിരിക്കുന്ന, പ്രപഞ്ച സട്ടാവായിരിക്കുന്ന, മനുഷ്യനെ പറ്റി കൃത്യമായിട്ട് അറിയുന്ന സട്ടാവ് ഉണ്ടാക്കിയ ഒരു നിയമമായതുകൊണ്ട് തന്നെ ആ നിയമം എക്കാലഘട്ടത്തിലും നിലനിൽക്കുമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. അതിലേക്കൊന്നും പോകാൻ, ആഴത്തിലേക്ക് പോകാൻ ഒരു സമയത്തിന്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിനി വളരെ പ്രധാനപ്പെട്ട നമ്മളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് ചേർത്ത് എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. നമ്മുടെ ഈ കൂട്ടുകുടുംബ ജീവിതം നന്നാവാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ആ ഘടകം എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നാണെന്നറിയോ സ്റ്റാർട്ട് ചെയ്യാം? കുടുംബജീവിതം നമ്മുടെ വിവാഹത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. നമ്മുടെ വീട്, ആ വീട് നിർമ്മാണം മുതൽ അവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ സംതൃപ്തമായിരിക്കുന്ന കുടുംബജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറും. വീടിന്റെ നിർമ്മാണം മുതൽ. ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ വരുമാനത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുണ്ടാവുകയും അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ബഡ്ജറ്റോടുകൂടി ഞാനൊരു വീടുണ്ടാക്കുകയും ചെയ്ത് ആ വീട്ടിൽ ഞാൻ താമസിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും വിജയിച്ചു കഴിഞ്ഞു എന്നാണ്. ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഞാനും എൻ്റെ വൈഫും കൂടി ഒരിക്കലും ഒരു ഗൃഹപ്രവേശനത്തിന് പോയി. ആ പ്രവേശനത്തിന് പോയപ്പോൾ ആ വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടപ്പോൾ വലിയ സന്തോഷം. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇതാരാണ് പ്ലാൻ ചെയ്തത്? അപ്പോൾ ഒരാളെ പേരൊക്കെ പറഞ്ഞു. അങ്ങനെ വീടെല്ലാം തന്നെ കണ്ട് തിരിച്ചു പോന്നപ്പം ഒരു ചർച്ച, എങ്ങനെയാണ് ഈ ഇത്രയും വലിയൊരു വീടുണ്ടാക്കാനുള്ള സാമ്പത്തികമായ ശേഷി ഉണ്ടോ എന്ന് ചർച്ച ചെയ്തപ്പം ലോൺ എടുത്തിട്ടാണ് വീടുണ്ടാക്കിയതെന്ന് മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും അന്നത്തെ ദിവസം അവിടെ വളരെ ഹാപ്പിയാണ്. കാരണം എന്താണ്? എല്ലാ ആളുകളും വന്നിട്ടുണ്ട്, വീട് മൊത്തം ഒന്ന് കണ്ടിട്ടുണ്ട്, എന്നിട്ട് ആ വീടിനെ പറ്റി ഏറ്റവും നല്ല അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ്? സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷം കുറഞ്ഞ കാലം മാത്രമേ നിലനിന്നിട്ടുള്ളൂ എന്നാ. കാരണം എന്താ അറിയാമോ? ഈ ലോൺ അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പം ഒരു ജപ്തിയിലേക്ക് നീങ്ങുകയും ചില പ്രതിസന്ധികളെല്ലാം തന്നെ അവിടെ ഉണ്ടാവുകയും ആ ഒരു പ്രതിസന്ധി ഇപ്പോഴും ഇങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ അവരുടെ ഇണയും മക്കളും തമ്മിൽ വലിയ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവരുടെ വീട് അവരുടെ കുടുംബ ജീവിതത്തിന് തന്നെ വലിയൊരു ഭാരമായിട്ട് മാറി. അപ്പൊ എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ള ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ, എന്റെയും നിങ്ങളുടെയും കൊക്കിൽ ഒതുങ്ങുന്നത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ വീട് എന്തായിട്ട് മാറും?
മസ്കനായിട്ട് മാറും. വീടിന് കുറെ അർത്ഥമുണ്ട്. ദാറ്, ബൈത്ത്, മൻസില്, മസ്കൻ എന്നർത്ഥമുണ്ട്. അതിൽ മസ്കനായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ വെച്ചാൽ സമാധാനത്തിന്റെ ഗേഹമായിട്ട് മാറണമെങ്കിൽ എനിക്ക് അവിടെ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഗൃഹപ്രവേശനത്തിന് വിളിച്ച സമയത്ത് പോകാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ വീട് നിർമ്മാണം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വർഷങ്ങളായി വീട് നിർമ്മാണം തുടങ്ങിയിട്ട്. ഞാൻ ചോദിച്ചു, എന്തേ പൂർത്തിയാക്കാൻ വൈകിയത്? അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്റെ ഹൃദയത്തിലേക്കടക്കം തുളച്ചു കയറുന്ന ഒരു സംസാരം അദ്ദേഹം നടത്തി. ഒരു പക്ഷെ എന്റെ ഏതെങ്കിലുമൊക്കെ സംസാരങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്റെ ഓഫീസിലേക്ക് ഒരുപാട് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ എന്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടി ലോൺ എടുക്കാൻ വേണ്ടി നിർബന്ധിച്ച് എന്റെ ഓഫീസിൽ പല തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊരു നിയ്യത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ആ നിയ്യത്ത് എന്താ അറിയാമോ? ആ നിയ്യത്ത് എന്റെ മയ്യത്ത് ഇന്നോ നാളെയോ എന്റെ വീട്ടിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് പലിശയുടെ അംശം ഒരു മണൽത്തരിയിൽ പോലും ഉണ്ടാവരുത്. അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ച ഗോളാ. ഒരു തരി മണലിൽ പോലും പലിശന്റെ അംശം ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ എന്റെ മയ്യത്ത് കിടത്തി എന്റെ വീട്ടിൽ എപ്പോഴും ബർക്കത്തിന്റെ ഒരു വീടായിട്ട് മാറണം. അങ്ങനെ അദ്ദേഹം നിരന്തരമായ മാനസികമായ സമ്മർദ്ദമൊക്കെ പല സ്ഥലത്ത് ഉണ്ടായിട്ട് പോലും അദ്ദേഹം വളരെയേറെ ശ്രദ്ധിച്ച് 5 പൈസ പലിശക്ക് ലോൺ എടുക്കാതെ അത്യാവശ്യം സുഹൃത്തുക്കളോടൊക്കെ കൈമാറി വീട് നിർമ്മിച്ചു. അദ്ദേഹം പറയാണ്, ഇനി ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എനിക്ക് അൽഹംദുലില്ലാ പേടിയില്ല. ഞാൻ അതിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് വീട്ടാനുള്ള ഒരു ശേഷി ഇവിടെ എന്റെ കയ്യിൽ എന്റെ സ്വത്തിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല. 2 രീതി ഞാൻ പറഞ്ഞില്ലേ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല വീടൊക്കെ ആണെങ്കിലും സമാധാനം പോയി. മറ്റേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറച്ചൊക്കെ ത്യാഗം സഹിച്ച് മക്കളൊക്കെ ജീവിച്ച കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന സമയത്ത് സൗകര്യമില്ലാത്ത ഒരു വീടായിട്ട് പോലും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നന്നായപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല അയാൾക്ക് എന്ത് കൊടുത്തു? സമാധാനവും ശാന്തിയും കൊടുത്തു. അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ശരിക്കും കുടുംബ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട നിർമ്മാണം മുതൽ. അതെന്നെ കുറച്ച് പറയാനുണ്ട്. നിർമ്മാണം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജാഗ്രത പുലർത്തണം. ഒരാളെ പറ്റി കേട്ടു, 15 ലക്ഷം രൂപയുടെ അടുക്കള ഉണ്ടാക്കിയ ഒരാൾ കണ്ടു. 15 ലക്ഷം ഇപ്പോഴത്തെ വിലക്കൊന്നും അല്ല നിങ്ങൾ പറയും. പക്ഷെ ഞങ്ങളിപ്പോ ഒരു സാധുവിനൊരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ വീട് എന്ന് പറഞ്ഞാൽ ആകെ വരുന്ന സംഖ്യ എനിക്ക് തോന്നുന്ന വെച്ചാൽ 9 ലക്ഷം രൂപയായിരിക്കും. കുടിലിൽ നിന്ന് അവർ സന്തോഷത്തോടു കൂടി ആ വീട്ടിലേക്ക് കയറാൻ വേണ്ടി വരുന്ന ചെലവ് 9 ലക്ഷമാണ്. 15 ലക്ഷം രൂപക്കാണ് അടുക്കള ഉണ്ടാക്കിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ലോണാണ്, ടെൻഷൻ ഇങ്ങനെ കയറി വരും. ആ പണം കൃത്യമായിട്ട് മാസത്തിൽ അടച്ചില്ലെങ്കിൽ പ്രയാസം വരും. അപ്പോ ഇണയും തമ്മിൽ എന്തുണ്ടാകും? തെറ്റും. എങ്ങനെയാ തെറ്റുകയെന്നറിയാമോ? ഇണ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ലോൺ എടുത്തത്, നീ ആ വീടിന്റെ പ്ലാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ എന്ത് ചെയ്തത് എടുത്തതെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പരസ്പരം എന്താവും? പ്രശ്നങ്ങൾ തുടങ്ങുകയും മാനസികമായിട്ടൊരു സന്തോഷമില്ലാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, കുടുംബ ജീവിതത്തിൽ നമ്മൾ താമസിക്കുന്ന വീടിന് വലിയ പ്രത്യേകതയുണ്ട്. അത് സമാധാനത്തിന്റെ ഗേഹമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും അതെന്ത് കാണാൻ കഴിയും. ഇപ്പൊ ലോൺ എടുത്തിരിക്കുന്ന ആളുകൾ എന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് എന്നെപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ആദി ഉണ്ടാവും. ആ ആദി നമ്മൾ മാനസികമായിട്ട് നമ്മൾ തരണം ചെയ്ത് പരമാവധി നമ്മൾ അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി.